ഹരേ കൃഷ്ണ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മാധവമാസം അഥവാ വൈശാഖമാസം. ഏപ്രിൽ 28 മുതൽ മെയ് 26 തീയതി തിങ്കളാഴ്ച വരെയാണ് വൈശാഖമാസം. രത്നങ്ങളിൽ കൗസ്തുഭം, പക്ഷികളിൽ ഗരുഡൻ എന്നതുപോലെ മാസങ്ങളിൽ ശ്രേഷ്ഠം വൈശാഖമാസമാണ്. ലക്ഷ്മി സമേതനായി ഭഗവാൻ മഹാവിഷ്ണു ഈ മാസം മുഴുവൻ ഭൂമിയിലുണ്ടാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മാസത്തിലെ എല്ലാ ദിവസവും പ്രാധാന്യമുള്ളതാണ്. അതേപോലെ ഈ മാസത്തിൽ വരുന്ന ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നു. അതുപോലെ ഉപവാസം, പ്രാർത്ഥനകൾ, സാമൂഹിക സേവനങ്ങൾ ഇവയ്ക്കൊക്കെ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ മാസത്തിൽ വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ പ്രീതി നേടാൻ സാധിക്കുമെന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. ഭഗവാൻ മഹാവിഷ്ണു ആമയായി അവതാരമെടുത്തത് ഈ മാസത്തിലാണ്. 24 അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് ഈ കൂർമാവതാരം. ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. ഈ മാസത്തിൽ നടത്തുന്ന ദാനങ്ങൾ വളരെ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ദുഃഖങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുകയും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ദിവസം ചന്ദ്രൻ വിശാഖ നക്ഷത്രത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് ഈ മാസത്തെ വൈശാഖം എന്ന് വിളിക്കുന്നു. ത്രേതായുഗം ആരംഭിച്ചതും ഈ മാസത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മാസത്തിൽ നിയന്ത്രിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. വാക്കുകൾ നിയന്ത്രിക്കുക, കുറ്റം പറച്ചിൽ, പരദൂഷണം, ദുശ്ശീലങ്ങൾ ഒക്കെ ഒഴിവാക്കുക, മത്സ്യമാംസാദികളും ഒഴിവാക്കുക. ഇനി ഈ പുണ്യമാസത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും പറയാം. സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അതെ, സൂര്യോദയത്തിന് മുമ്പ് പുണ്യനദികളിൽ കുളിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും തീർന്ന് പുണ്യം ലഭിക്കും. എന്നാൽ എല്ലാവർക്കും അത് സാധ്യമല്ല, പുണ്യനദികളിലൊക്കെ പോയി കുളിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം, ഈ മാസം ഈ പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി മുതലായ എല്ലാ പുണ്യനദികളിലെയും സാന്നിധ്യം നമ്മുടെ എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുന്നു. സൂര്യോദയത്തിന് മുമ്പുള്ള സമയം കുളങ്ങളും കിണറുകളും തുടങ്ങി എല്ലാ ജലാശയങ്ങളും പുണ്യതീർത്ഥമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ കിണർ വെള്ളത്തിലോ പൈപ്പ് വെള്ളത്തിലോ കുളിച്ചാലും പുണ്യനദിയിൽ കുളിച്ച ഫലം ലഭിക്കും. ഈ പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാനം ചെയ്യലാണ്. അതിൽ നിങ്ങൾ വെള്ളം ദാനം ചെയ്യുകയാണെങ്കിൽ രാജസൂയ യാഗം നടത്തിയ ഫലം ലഭിക്കുന്നു. വെള്ളം ദാനം ചെയ്യുന്നത് മറ്റുള്ള ദാനധർമ്മങ്ങളെക്കാളും തീർത്ഥാടനങ്ങളെക്കാളും മൂല്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളം ദാനം ചെയ്താൽ അവരുടെ ആഗ്രഹം സാധിക്കുന്നു. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ശുദ്ധജലം എത്തിച്ചു കൊടുക്കുക. ദാഹിച്ചു വലയുന്ന പക്ഷിമൃഗാദികൾക്ക്, ഇനി സസ്യജാലങ്ങൾക്ക് ഒക്കെ വെള്ളം നൽകുക. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണല്ലോ. ഈ പ്രവൃത്തി നിങ്ങളെ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാക്കുന്നു. പിന്നെ തണലിനായി ചെടികൾ വെച്ച് പിടിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് പാദരക്ഷകൾ നൽകുക, അന്നദാനം, വസ്ത്രദാനം ഇവയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഈ പുണ്യമാസത്തിൽ ചെയ്താൽ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മുക്തരാവുമെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം, അല്ലേ? അതുകൊണ്ട് ഈ പുണ്യമാസമായ വൈശാഖ മാസത്തിൽ, അതായത് മാധവമാസത്തെ മനസ്സിലാക്കി അതിൻ്റെ ആചാരങ്ങൾ പിന്തുടർന്ന് ഭഗവത് നാമം ജപിച്ച് ജീവിക്കുന്നവരുടെ കർമ്മദോഷങ്ങളും മാറിക്കിട്ടുന്നു. ഈ പറഞ്ഞതെല്ലാം ലളിതമായ ആചാരങ്ങളാണ്, എളുപ്പത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുന്നവ. ഇതൊന്നും അനുഷ്ഠിക്കാനാവാത്തവർക്ക് ഇനി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക 108 പ്രാവശ്യം, അല്ലെങ്കിൽ വെറും 11 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായാന്നോ ഇനി നാരായണ നാരായണാന്നോ എങ്കിലും ജപിക്കുക. ഈ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ആധ്യാത്മികമായി ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പുണ്യമാസത്തിലാണ് കൂർമാവതാരമുണ്ടായത്, ശ്രീ ബുദ്ധൻ അവതരിച്ചത്, അതുപോലെ നരസിംഹമൂർത്തി അവതരിച്ചതുമൊക്കെ. ശ്രീകൃഷ്ണൻ യമുനയിൽ ഗോപികമാരോടൊത്ത് വഞ്ചിയിൽ ലീലകളാടിയതും ഈ മാസമാണ്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ദാനം, പൂജ, സ്തോത്രപാരായണം, ജപം, ഭഗവത് കഥാശ്രവണം ഇവയ്ക്കൊക്കെ ഇരട്ടി ഫലമാണ് കിട്ടുന്നത് ഈ പുണ്യമാസത്തിൽ. എല്ലാവർക്കും വൈകുണ്ഠാധിപതിയായ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓരോ വാക്കുകളും ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.